കുറെ നാളായിട്ട് ജിപ്പി എന്നെ വിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് 236 രൂപ എത്തിയ. ഞാൻ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ ജീവിതത്തിലല്ലേ നമുക്ക് ഷൂട്ട് വേണ്ട, നമുക്ക് നാളെ നടത്താം. എനിക്കിപ്പോ വന്ന കോള്, ഇപ്പൊ വന്ന മെസ്സേജസ് വരും. ആൾക്കാരെ മുഴുവൻ ഞാൻ തെറ്റ് ചെയ്തേക്കണേ. ചെറുതായിട്ട് സംസാരിച്ച് തരുന്ന പ്രശ്നങ്ങളുള്ളൂ, പക്ഷെ സംസാരിക്കില്ല. ഈഗോ. ഹലോ ഗായ്സ്, മൈ ന്യൂ അല്ലല്ലേ നമ്മുടെ പഴയ ചാനൽ തന്നെ, അവർ ചാനൽ, യൂട്യൂബ് ചാനൽ ലിജൽ ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ആൻഡ് ദിസ് ഈസ് ന്യൂ പ്രോഗ്രാം. മകളെ എങ്ങനെയാ പരിപാടി തുടങ്ങാല്ലേ? New episode, full completely directed with the Jippy and nothing from past. പക്ഷെ ഇത് ഫാസ്റ്റ് ആണ് അല്ലേ? നീ ഫാസ്റ്റ് അല്ലേ? വെറുതെ പറഞ്ഞേട്ടാ, നമ്മള് മലയാളമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് വെക്കോളാം. ഓക്കെ, കമോൺ. ഓക്കെ, നമുക്ക് ചലഞ്ച് തുടങ്ങിയാലോ? കുറെ ചെയ്തിട്ട് ജിപ്പിയാണ് ഫുൾ ഏറ്റെടുത്തിരിക്കുന്നത്. കുറെ നാളായിട്ട് ജിപ്പി എന്നെ വിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു 1-2 മാസമായിട്ട് ഞങ്ങൾ വീഡിയോ ഒന്നും അധികം ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്കും പഴയ സ്നേഹമൊന്നുമില്ല. ആന്നല്ല, നിങ്ങൾക്കും പഴയ സ്നേഹമൊന്നുമില്ല, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ സങ്കടമൊന്നും ഇല്ല, പക്ഷെ എവിടെയെങ്ങാണ്ടൊക്കെ ചെറിയൊരു വിഷമം. സാരല്ല, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കുറെ പേര് എനിക്കതല്ല കോമഡി, എല്ലാ വീഡിയോസും താഴെ നിന്ന് ചിലർ കമ്പനി ചെയ്യും, ചേട്ടാ വ്യൂസ് കുറവാണല്ലോ. ഞാൻ കഴിഞ്ഞ സ്ക്രിപ്റ്റ് കൊടുത്തു, നിങ്ങൾ ഷെയർ ചെയ്യൂ അപ്പൊ വ്യൂസ്. അല്ലാണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും വീട്ടിൽ പോയി പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാൻ, ഇഷ്ടമുള്ളത് കാണാൻ. എന്താ ചെയ്യാൻ? ഞാനിപ്പോൾ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. ഐ ഡോണ്ട് നോ, കൂടുതൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സോങ് ഞാൻ പബ്ലിക്കായിട്ട് എല്ലാം പറഞ്ഞു. ഓക്കെ, കം ഓൺ ടു ദ പോയിന്റ്. ഓക്കെ, നമുക്ക് കുറേ ചാലഞ്ച് ഒക്കെ ചെയ്തിട്ട് ഇത് ചാലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ പറയുന്നത്? ജസ്റ്റ് ഇപ്പൊ ഞാനൊരു ടോപ്പിക് പറയും. ഇപ്പൊ ചിലപ്പോ ഞാൻ പറയും, ചേട്ടായി കണ്ടൊരു സിനിമ, അതിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു 1 word 2 word. ഫിലിം റിവ്യൂ ഞാൻ ഫിലിം ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ അതുപോലെ ചേട്ടായി എന്റെ അടുത്തൊരു കാര്യം പറയും, അപ്പൊ ഞാനും ഇത് പറയും. അതാണ് ഓക്കെ. സത്യസന്ധമായ കാര്യങ്ങൾ അറിയോ? ആ, സത്യസന്ധമായിട്ട്. അന്ന് എനിക്ക് കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് 236 രൂപ എത്തിയ. ഇത് ചോദിച്ചത് നീ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അത് ഫ്ലിപ്കാർട്ടിലെ ആരോടെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ ആമസോൺ ആരോടെങ്കിലും ചോദിക്കണം. അതല്ലെങ്കിൽ എന്നോട് ഒറ്റയടിക്ക് വരുത്തി പറയാൻ ഇങ്ങനെ കാശ്, അത് സ്റ്റിച്ചിങ്ങിന്റെ കാശ്. അപ്പൊ ഞാൻ സ്റ്റിച്ചിങ്ങിന് 236 രൂപ, അതൊരു കണക്ക് ശരിയാവണല്ലോ. ഓക്കെ, എന്തെങ്കിലും അവിടെ ചിപ്പി പറഞ്ഞാലേ ഞാൻ വിശ്വസിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഒന്നുകൂടി സംശയം. ഞാൻ എടുത്ത് നോക്കിയപ്പം ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെ എന്നുണ്ട്. അപ്പൊ എനിക്ക് വീണ്ടും ഡൗട്ട്. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇരുത്തി ചോദിച്ചു. അപ്പൊ ചേട്ടാ ഈ നോക്കിയില്ലേ, ഞാനൊരു നെയിൽ ഓർഡർ ചെയ്തതാണ്. ചേട്ടായുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ മറ്റേ മരണക്കിടക്കയിൽ കിടക്കുന്ന അമ്മൂമ്മേനെ പോലെ എപ്പോ വേണേലും വായു വലിക്കാം ആ അവസ്ഥയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങാന്ന് പറയില്ല, അതുപോലെയാണ്. എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കണ്ടന്റ് ഇടുന്നുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. ഇനിയിപ്പോൾ കണ്ടന്റിന്റെ കുഴപ്പമാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ല, കണ്ടന്റിന്റെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാർക്ക് ഇത് സമയമില്ലാത്തത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചിലപ്പം ചിലർ യൂട്യൂബ് ചാനൽ നിർത്തിയോണ്ട് ചിലപ്പം ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് വലിയ വലിയ എന്റർപ്രണേഴ്സ് ഒക്കെ പറഞ്ഞേക്കണേ. അപ്പം അങ്ങനെ ഓൺട്രപ്രണർ, അപ്പം അങ്ങനെ ജീവിക്കണം നമ്മൾ. അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്നും ഈ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കണ്ടന്റ്സ് ഉണ്ടാക്കിയിടും. കുറേ കണ്ടന്റ്സ് ചിലപ്പോൾ ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ചിലപ്പോൾ കാണുള്ളൂ. അത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ഇതിനില്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ അവസ്ഥ. പക്ഷെ എന്നാലും ഞാൻ ഈ എനർജിയിൽ വന്നിരിക്കും. അതാണ് പറ തന്നോട് ക്യാമറ പറ. ഇനി അടുത്ത് നിന്നിട്ടാ ഞാൻ ചോദിക്കണോ, എന്താണ് നിന്റെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരാൻ പോലെ 4 വർഷമായിട്ട് നിന്റെ ഒരു കൂടെ ജീവിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? 2 വർഷത്തെ എക്സ്പീരിയൻസ് പോയി മൊത്തം മുന്തിരി പോയില്ലേ? ഇതാ നീ മേമയ്ക്ക് കൊടുക്കാണ്ട് കഴിച്ചിട്ടാ തന്നോ. 14-ാം തീയതി വരെ ഉള്ളൂ നിന്റെ ഇരിപ്പ്, നോക്കിക്കോ. 2 കൽപ്പിച്ച അമ്മ. അതെ, 2 കൽപ്പിച്ച
എന്തുട്ടാ ഞാൻ എന്റെ കൂടെ 4 വർഷം ജീവിച്ചിട്ട് നിനക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇരിക്കുന്നു 2 വർഷം. അത് 2 വർഷം, ബാക്കി 2 വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് തട്ടിയും മുട്ടിയും ചട്ടിയും കലാകുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അതങ്ങനെ ഇങ്ങനെയൊക്കെ പോണോ? അത് ചട്ടിയും കല, ഇത് ചിപ്പിയിൽ ഇഞ്ചുണ്ട്. ഞങ്ങൾ കുറെ നേരം തട്ടും, പിന്നെ ഇങ്ങോട്ട് മുട്ടും, പിന്നെയും തട്ടും, പിന്നെയും മുട്ടും. പക്ഷെ രസാണ്. നിന്റെ ഫോണിലെ വില ചെയ്യുന്നു. ഇത് റിംഗ് ടോൺ കേൾക്കാൻ തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ ഇന്നലെ ഒരു 20 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നലെ. ചിപ്പി ഫോൺ എടുക്കില്ല, സൈലന്റ്. ഫോൺ ആ റൂമിലും ചിപ്പി ഇവിടെ. ഇന്നലെ 5ഉം കൊച്ചൊക്കെ താഴെ നടക്കാൻ വന്നറ, ഞാൻ നടക്കാൻ പോയപ്പോ. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു, ഇവിടെ കൊച്ചിനെ കൊണ്ട് വരാൻ പറഞ്ഞു. എന്ത് ഇതാ ഫോൺ എടുക്കില്ല. എന്നിട്ട് ഞാൻ 5നെ താഴെ നിർത്തിയിട്ട് ഞാൻ കയറി വന്ന് വിളിച്ചു, എന്നിട്ട് കൊണ്ടുപോയി. ഇവിടെ എൻ്റെ ആത്മാവേ പോ. അവിടെ ദീപമോള് വന്നിട്ടുണ്ട് മാങ്ങയും കൊണ്ട്. എന്തിട്ട് മാങ്ങടിയത്? മുത്തിക്കുടിയനോ? എന്തിട്ട് തന്നെ വേണ്ടേ? ഇത് വലിയതൊന്നും ഇല്ലല്ലോ തന്നെ. ആ റൂമിൽ പോയിരുന്നോ ദീപേ? ഈ റൂമിൽ ലൈറ്റ് ഫാൻ ഇട്ടൊന്നിട്ട് ഇരുത്തിയേ. ഒരു 1/2 മണിക്കൂർ ഇരുന്നോളൂ. അങ്ങനെ 26 മിനിറ്റിന്റെ വീഡിയോ ആണ്. നമുക്ക് ഷൂട്ട് വേണ്ട, നമുക്ക് നാളെ നടത്താം. നാളെ ഷൂട്ട് ചെയ്യാം. ഇന്ന് എന്റെ മൂഡില്ല, നമുക്ക് നാളെ ഷൂട്ട് ചെയ്യാം. നാളെ ഷൂട്ട് ചെയ്യാം. നാളെ ഷൂട്ട് ചെയ്യട്ടായി. നാളെ ഷൂട്ട് ചെയ്യാം. നാളെ ഷൂട്ട് ചെയ്യാം നമുക്ക്. എന്ത് വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടോ ചേട്ടായി? നമുക്ക് നാളെ ഷൂട്ട് ചെയ്താൽ ശരിയാവില്ല. ഇല്ല, നാളെ ഷൂട്ട് ചെയ്യാം നമുക്ക്. നാളെ ഷൂട്ട് ചെയ്യാം നമുക്ക്. നാളെ ഷൂട്ട് ചെയ്യട്ടെ നമുക്ക്. ശരിയാവില്ല. നാളെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഇതെന്തുട്ടത്? എനിക്കിപ്പോ വന്ന കോള്, ഇപ്പൊ വന്ന മെസ്സേജസ് വരും. ചേട്ടായി മെസ്സേജ് അയച്ചു എന്ന് പറയണം. അപ്പൊ ആ സ്ക്രീൻഷോട്ടല്ലേ ഈ അയച്ചിട്ടേക്കുന്നത്? ചേട്ടായി അയച്ചു എന്നാ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ എനിക്ക് കോള് വന്നതാ. അവര് ചെയ്തേക്കുന്ന ഓരോന്നും ചെയ്തു വെച്ചേക്കും. അത് പിന്നെ ചേട്ടായി അയച്ച മെസ്സേജ് അല്ലാന്നും പറഞ്ഞ് ചേട്ടാ വേറെ എല്ലാ തെളിവ് സഹിതം വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ? അപ്പൊ പിന്നെ ഇതെന്താ അവര് ചുമ്മാ ഓഫ് ചെയ്തേക്കുന്നോ? ഇത്രയും അയച്ചു കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടെന്ന് ചേട്ടായുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇതൊക്കെയായിരുന്നു. അപ്പൊ ഈ 2 ദിവസം നടന്നത് എന്തൊക്കെയാ? ഈ 2 ദിവസമായിട്ട് എനിക്ക് സംശയം ഞാനിപ്പോ നമ്മളെ വെഡിങ് ഫോട്ടോഗ്രാഫി കമ്പനി തുടങ്ങിയപ്പോ അതിന്റെ ഓരോ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഓരോന്നും വിളിക്കുന്നു പറഞ്ഞോണ്ട്. ഇതിന് നമുക്ക് ഇന്ന് ഷൂട്ട് വേണ്ട, നമുക്ക് നാളെ നടത്താം. പിന്നെ ഇപ്പൊ എനിക്ക് വരുന്നത് എന്തൊക്കെയാട്ടാ? എനിക്കിപ്പോ 2 കോള് വന്നു. ഇന്നലെ വന്ന ഒരു കോള്, ഞാനത് വേണ്ട പോട്ടേന്ന് വിചാരിച്ചു. ഇന്ന് ആദ്യത്തെ കോള് വന്നു, ഞാൻ പിന്നെ എടുക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെയും അവര് തെളിവ് സഹിതം എന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന മെസ്സേജസ് എന്താ ചുമ്മാ പറയണതാ? ഞാൻ വീട്ടിൽ പോയപ്പോ ഇതൊക്കെയായിരുന്നോ? അപ്പൊ എനിക്ക് കാറിന്ന് കിട്ടിയ സ്ലൈഡൊക്കെയോ? ഞാൻ അതൊക്കെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. അത് എവിടെ നിന്നാണ് ആരുടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. കാറ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഏട്ടായി. ഇവള് വീട്ടിൽ പോയപ്പോ എന്റെ കാറിന്ന് സ്ലൈഡും പിന്നും മുടി ഏതാണ്ടൊക്കെ കണ്ടുന്നോ. ലിപ്സ്റ്റിക് അടക്കമൊക്കെ കുറെ പറഞ്ഞു. ഞാൻ എന്റെ വണ്ടിയിലാകെ പിന്നെ കയറിയിരിക്കുന്നത് എന്റെ മമ്മിയും അനിയത്തിയും പിന്നെ സന്ദീപുമാണ്. ഞാൻ ആ പടത്തിലെ വീഴുമ്പോ സന്ദീപ് ഉണ്ടായല്ലോ. സന്ദീപ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാൻ സന്ദീപിനെ വിളിച്ച് ചോദിച്ചപ്പോ അത് ക്ലിയർ ചെയ്തു. സന്ദീപ് പറഞ്ഞു അവന്റെ മേക്കപ്പ് ബാഗിൽ നിന്ന് സാധനങ്ങൾ ബാഗ് ക്ലിയർ ചെയ്തപ്പോ ലിപ്സ്റ്റിക്ക്, അവൻ തന്നെ പറഞ്ഞു ലിപ്സ്റ്റിക്ക്, മൊബൈൽ ചാർജർ, സ്ലൈഡ്, പിന്ന്, അങ്ങനെ ഓരോ സാധനങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്തതാ. പിന്നെന്താ? അപ്പൊ പിന്നെ ഈ വന്നേക്കുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ അയച്ചു എന്ന് പറഞ്ഞ് അയക്കുന്ന മെസ്സേജ് ഇപ്പൊ ഞാൻ അയച്ചു എന്ന് പറഞ്ഞ എന്റെ പേരോ എന്റെ ഇൻസ്റ്റാ പേരോ. ചേട്ടയുടെ ഫോട്ടോസ് വന്നേക്കുന്നൊക്കെയോ? അത് എനിക്കറിയാൻ പാടില്ല. സെൽഫീസ് അടക്കാലോ വന്നേക്കുന്നത്. ആ സെൽഫിക്ക് നിനക്ക് അയച്ച സെൽഫികളല്ലേ? എന്നിട്ട് പിന്നെ ഞാൻ അയച്ചു കൊടുക്കാൻ പോയി. എനിക്ക് ഭ്രാന്തായിട്ടായിരിക്കുമല്ലോ അല്ലേ?
നീ പറയണ മോളെ ഇന്ന് ഷൂട്ടിന്റെ ആളെ പക്ഷെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ടായി? അപ്പൊ ഞാൻ ചോദിച്ചു. പക്ഷെ ഇതേ രീതിയിൽ തെളിവ് സഹിതം ഇവര് വന്നു കഴിഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം പലരും നമ്മൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അപ്പം അവര് ചിലപ്പം എന്തെങ്കിലും മെസ്സേജ് അയക്കും, ഞാൻ അവിടെ കണ്ടു, എന്നെ ഇവിടെ കണ്ടു, അല്ലെങ്കിൽ എനിക്ക് അതുണ്ട്. ഇതൊക്കെ ഞാനത് വിട്ട് കളഞ്ഞു. ഞാൻ ഇന്നലെ എനിക്ക് കോൾ വന്നു, ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച പോലും ഇല്ല. ഇന്നലെ എന്നിട്ട് എനിക്ക് എന്തോ ഡൗട്ടായിട്ട് ഞാൻ 2 ദിവസമായിട്ട് ഡൗട്ട് എനിക്ക് അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ അടുത്ത്. നമ്മുടെ വെഡിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പം ഫോട്ടോഷൂട്ടുകൾ വേണമല്ലോ. ഞാൻ എന്റെ പരിചയത്തിലുള്ള സെലിബ്രിറ്റീസിന്റെ അടുത്ത് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇങ്ങനെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. എല്ലാം ഫോൺ യൂസേജ് ഇച്ചിരി കൂടുതലാണ് 2 ദിവസമായിട്ട്. കാരണം നമുക്ക് എങ്ങനെയും ഇപ്പൊ വെഡിങ് കമ്പനി എടുക്കണമല്ലോ, കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൻക്വയറീസ് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ. അപ്പൊ ഈ വന്നേക്കുന്ന മെസ്സേജസ് ഒക്കെ ഫോട്ടോസ് സഹിതം എനിക്ക് അയച്ചു തന്നേക്കുന്നത്. എന്ത് ഫോട്ടോസ്? എന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ലിജോയിനെ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചോളോ എന്നൊക്കെ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? നീ പറയണേ എനിക്ക് പണ്ട് പോലെ എങ്ങനെയാണ് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട കാര്യം എന്തിട്ടാ? ഞാൻ ചേട്ടാന്റെ അടുത്തല്ലേ ചോദിച്ചത് കാര്യങ്ങളൊക്കെ. അത് ചേട്ടാ എന്ത് ഓപ്പൺ ആയിട്ടൊന്നും പറയാത്ത? അപ്പൊ ഫോട്ടോസ് ഒന്നും എനിക്ക് പറ കാര്യം. ഞാൻ ഓപ്പൺ ആയിട്ട് പറയണ്ട, ഞാൻ ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയണോ? ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. പിന്നെ എന്റെ വണ്ടിയിൽ മുടി കണ്ടു, എന്റെ വണ്ടിയിൽ സ്ലൈഡ് കണ്ടു, എന്റെ ഫോൺ യൂസേജ് കൂടി, ഇതിനൊക്കെ പോയി ഇങ്ങനെ പറഞ്ഞ് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് വിളിച്ച് പറയാം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അവര് തീരുമാനിക്കട്ടെ. എന്റെ വീട്ടിലേക്ക്, ചേട്ടയുടെ വീട്ടിലേക്ക് വിളിച്ചോറാ. നീ അവരെ മുന്നേ വിളിച്ചു വരുത്തും, ഞാൻ സംസാരിക്കാൻ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം? എനിക്കറിയാം നമ്മൾക്ക് ആരോ കോള് വന്നോ, ഞാൻ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്തു, എന്നെ നിലക്ക് നിർത്തണമെന്ന് പറഞ്ഞു. ഞാൻ ദീപനെ കാണിച്ചു തരാം. ഇത് വെറുതെ ആരെങ്കിലും പൊട്ടത്തിറങ്ങും കാണിക്കുന്നതായിരിക്കും. ചുമ്മാ ദീപയുടെ അടുത്ത് ചോദിച്ചു നോക്ക്. എനിക്കറിയില്ല. ഞാൻ ആ മെസ്സേജസ് കാണിച്ചു കൊടുത്തു, ഒറിജിനൽ ആയിട്ട് തന്നെ പറയുന്നത്. ദീപൻ ചോദിച്ചു നോക്ക്. ഇതിപ്പോ ആരൊരാൾ അയച്ചെന്നല്ലേ നിനക്ക് അറിയുന്ന? ശരി, എന്നെ വിളിച്ചോട്ടെ, അതായാലും നിനക്ക് അറിയാം. അതൊന്നും ഇല്ല ചേട്ടാ. ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനീ ഞാൻ സമ്മതിച്ചു തന്നെ? നീ സമ്മതിച്ചു തരണ്ട, ഉള്ളതുപോലെ പറഞ്ഞു. ഇപ്പൊ എല്ലാം കൂടി എന്റെ നെഞ്ചത്താണുള്ളത്. ഓരോരുത്തന്മാരുടെ പ്രശ്നങ്ങളും എന്റെ അഭിപ്രായം പറഞ്ഞത് മള്ളിക്കെട്ടുണ്ടാക്കി വെച്ചാണ്. അപ്പൊ ആൾക്കാർ മുഴുവൻ ഞാൻ തെറ്റ് ചെയ്തേക്കണേ. നീ എന്താന്ന് വെച്ചാൽ കാണിക്ക്. എനിക്ക് ഞാൻ ചെയ്യാത്ത തെറ്റ് ഞാൻ പിന്നെ എന്തിട്ട് പറയണേ? ഏത് കൊച്ചു? എനിക്ക് അറിയില്ല. എന്ത് ആരാ? ഞാൻ നീ വിളിച്ചാ ഞാൻ ചോദിക്കാം. ഞാൻ എന്താ ചാറ്റ് ചെയ്തേ? ഞാൻ എന്താ മെസ്സേജ് അയച്ചേ? ഞാൻ ചോദിക്കാം. ഞാൻ കാണിച്ചെന്നില്ല ചേട്ടാ മെസ്സേജ്. പിന്നെ വെറുതെ ഒരു സ്ക്രീൻഷോട്ട്, 2 മെസ്സേജ്, അങ്ങോട്ട് മെസ്സേജ് ഇങ്ങോട്ട് മെസ്സേജ്, എന്നിട്ട് ഹൗ ആർ യു ഈ മെസ്സേജ് അല്ല. ഞാൻ ഇങ്ങനെ മെസ്സേജ് അതാ പറഞ്ഞു. ഇതൊന്നും ഞാൻ അയച്ചിട്ടില്ല. പിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്റെ നമ്പർ അല്ല കാണാൻ, എന്റെ പേരാ കാണണേ. എന്റെ നമ്പർ സേവ്ഡ് ആണെങ്കിൽ പേര് മാത്രം കാണുള്ളൂ. ഇപ്പൊ എന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവന്റെ നമ്പർ സേവ് ചെയ്താൽ അത് കാണില്ലേ? എന്റെ വാട്സ്ആപ്പ് DP ഇട്ട് കഴിഞ്ഞാൽ ഇവന്റെ പ്രൊഫൈലിൽ എന്റെ പ്രൊഫൈൽ ആവുമോ? നല്ല കൂത്ത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഫേക്ക്. നീ വിളിച്ചാ ഞാൻ ചോദിക്കാം. ചുമ്മാ വെറുതെ ഇത് ഓരോ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതാണ് പലരും മിസ്അണ്ടർസ്റ്റാൻഡ്. നീ എന്റെ കെട്ടിയുള്ള 4 വർഷം ആയില്ലേ? ഞാൻ ചേട്ടനെ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനല്ലേ പറഞ്ഞോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചിപ്പി പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ വന്നു എന്നെങ്കിൽ അവരുടെ അടുത്ത് പറയണ്ടേ? അവരെ അറിയിച്ചിട്ട് ഞാൻ വിളിച്ചോളാം. വേണ്ട, ആ കുട്ടീനെ വെറുതെ ഓരോരുത്തര് പറയാ, അതിന്റെ പിന്നാലെ നടക്കാം. ചേട്ടാ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറയട്ടെ? ആളെ വിളിക്കുക, അപ്പൊ കാര്യം തീരുമാനമല്ലേ?
ഞാനൊരു കാര്യം ചിപ്പിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, അല്ലാതെ ചുമ്മാ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയട്ടെ അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഷൂട്ടിന് നിങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല. ഞാനിവിടെ ഓടി പോകണമെന്നില്ലല്ലോ. ഇത് ഒരുമാതിരി എടാ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാ, ചെറിയ കാര്യങ്ങളാണ്, പരസ്പരം സംസാരിച്ച് തരുന്ന പ്രശ്നങ്ങളുള്ളൂ. ഇതാണ് ഇപ്പൊ ഈ സംഭവിക്കുന്ന കാര്യങ്ങളടക്കം ചെറുതായിട്ട് സംസാരിച്ച് തരുന്ന പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ സംസാരിക്കില്ല. ഈഗോ ഈ എന്തെങ്കിലും ആയി കഴിയുമ്പോ ഞാൻ വലിയ മാനയാണ് ചേന എന്നുള്ള തോന്നലുണ്ടാവുമല്ലോ. ഇതിനാണോ വിളിക്കണേ? നിതിൻ വിളിക്കണത് ഞാൻ വിളിച്ചു. 790 ഇത് മര്യാദയ്ക്ക് ആറാടി നടന്നപ്പോ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നന്നായപ്പോഴാണ് ഇപ്പൊ കുഴപ്പങ്ങൾ മുഴുവൻ ഉള്ളപ്പോ ഇപ്പൊ തരം മുഴുവൻ കാണിച്ചോണ്ടിരുന്നപ്പോ ഈ മാതിരി ഒരു വള്ളിക്കെട്ട് ഉണ്ടായിട്ടില്ല. ഇത് ചുമ്മാ ആരുടെ ഫോണാണ്? ഹലോ നീ ഏത് മറ്റോടത്ത് നിനക്ക് ഞാൻ എപ്പോഴാണ് ചാറ്റ് ചെയ്തേ? എന്റെ മര്യാദ നിനക്ക് അറിയില്ല. നീയൊക്കെ കോളേജിൽ പോയിട്ടോ സ്കൂളിൽ പോയിട്ടോ? ഞാൻ കോളേജിലും പോയിട്ടില്ല സ്കൂളിലും പോയിട്ടില്ല. ആ തൊട്ടിത്തര ഞാൻ കാണിക്കുകയും ചെയ്യും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉണ്ടാവുമായിരിക്കും, ആനുണ്ടാവും, തേനുണ്ടാവും. പക്ഷെ എന്റെ മെക്കട്ടൻ കയറാൻ വന്നാ നാറ്റിക്ക് ഞാൻ ചെറ്റാണ്. ആ ചെറ്റത്ര എന്നെ കൊണ്ട് കാണിപ്പിക്കരുത് കേട്ടല്ല. എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നു. ദീപേനെ മെസ്സേജ് കാണിക്കാൻ ആ റൂമിലേക്ക് കൊണ്ടുപോകണോ? പിന്നെന്താ ഞാൻ മെസ്സേജ് എന്ന് പറഞ്ഞത് കുറച്ച് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് മാത്രം. അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തതായിട്ട് പിന്നെ ഇവൾക്ക് പൊതുവേ ക്യാമറ റോളിംഗ് ആണല്ലേ, പൊതുവേ സംശയം ഇങ്ങനെ തോന്നാറുണ്ടല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്യും ഞാൻ അടുത്ത പള്ളിക്കെട്ട് കാരണമാവും. ഒരു വാക്ക് നീ ഒന്നും ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒരു ആക്ഷൻ നീ എനിക്ക് നിന്നെ ഞാൻ പെങ്ങളെ പോലെയല്ല കണ്ടേ, ഒന്ന് ആക്ഷൻ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഞാനത് അഭിനയിച്ച് പൊലിപ്പിച്ചേരില്ലേ. അപ്പൊ ഞാൻ പലതും ഇവിടെ പ്രതികരിച്ചു. ഞാൻ ഫോണിൽ പ്രതികരിച്ചത് വേറെ ആളോടാണ്. ഉള്ളിലത്തെ ഫ്രസ്ട്രേഷൻ 2 ദിവസമായിട്ട് കിടക്കുവാണ്. ആ ഫ്രസ്ട്രേഷൻ വേറെ പല കാര്യങ്ങളിലായിരുന്നു, അത് ഇങ്ങ് തീർത്തു. ഇന്നലെ എന്തോ നമ്മൾ വണ്ടിയിൽ വന്നപ്പോ ഞാൻ ഒരു ഫ്രസ്ട്രേഷൻ തീർത്തായിരുന്നു. ഓർമ്മയുണ്ടോ എനിക്ക്? ഓർമ്മയില്ലേ? വെറുതെ തെറിയിട്ട് ഞാനും തിരിച്ചെന്തോ പറഞ്ഞു വെറുതെ. അതെന്റെ മനസ്സിൽ ഇത്രയും എന്തുള്ളവരാണ്. കാരണം ഞാനൊരു കുറ്റം ചെയ്യാണ്ട് എന്റെ മെക്കെട്ട് ഇങ്ങനെ ആൾക്കാർ കയറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്തു. അതുകൊട്ടെ നമ്മള് ഒരു കാര്യം ഞാൻ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മളൊരു വെഡിങ് ഫോട്ടോഗ്രാഫി കമ്പനി സ്റ്റാർട്ട് ചെയ്തു, മൊമെന്റ്സ് ബൈ എലമെന്ററീസ്, വിത്ത് ഫ്രഷ് സ്റ്റാർട്ട്, നത്തിങ് ഫ്രം പാസ്റ്റ്. ഓക്കെ, അപ്പോൾ പുതിയ കമ്പനിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആൻഡ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നവർക്കും കല്യാണത്തെ പറ്റി ചിന്തിക്കുന്ന ഫ്രണ്ട്സ് ഉള്ളവർക്കും സമീപിക്കും. കഴിഞ്ഞവർക്ക് ബാപ്റ്റിസം ഉണ്ട്, കൊച്ചിന്റെ ബാപ്റ്റിസം, ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. മൊമെന്റ്സ് ബൈ എലമെന്ററീസ്, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നന്നായിരുന്നു. പ്രാങ്ക് മീൻസ് എനിക്ക് അങ്ങനെ സംശയം തോന്നി, ഇത് ഇവള് ഊമ്പിക്കണതാണോ എനിക്ക് ഡൗട്ട് തോന്നിയായിരുന്നു. പിന്നെ പക്ഷെ നീ ഇവള് ചിരിക്കണില്ല, അപ്പൊ എനിക്ക് പേടിയായി. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ മനസ്സ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് ഇത് എന്തെങ്കിലും പിടിച്ചോ നീ. ഞാൻ സത്യമായിട്ട് ആലോചിച്ച് എന്തെങ്കിലും വെള്ളിക്കെട്ട് നോക്കിയോ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചേ. അപ്പൊ ഞാൻ ആലോചിക്കാണ് ഇതിങ്ങനെ ചാറ്റ് ചെയ്ത് ആരുള്ളൂ ഇങ്ങനെയൊക്കെ ചിന്തിച്ച്. അപ്പൊ അമ്മ പറ്റിച്ചു. അപ്പൊ അമ്മയ്ക്കുള്ള പണി കൊടുക്കണ്ടേ നമുക്ക്? അമ്മയ്ക്കുള്ള പണി തന്നതിന്റെയാണ് അമ്മ പണി തന്നത്. ഓക്കെ എനിവേസ് കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ ടെൻഷൻ ഫ്രീ ഹാപ്പിയായി.
and like that. ടെൻഷൻ ഫ്രീ ഹാപ്പി ടെൻഷൻ ആയിന്ന് പറ. Like that. അപ്പോൾ താങ്ക് യു ഫോർ പ്രാങ്കിങ് മീ. ആൻഡ് ദീപമോൾ, എന്നാലും നീ ഒരു എന്നാലും ആക്ഷൻ കൊണ്ട് എങ്ങനെ നിനക്കൊന്നും കാണിക്കരുത്. ഓക്കെ, എന്തായാലും താങ്ക് യു. കീപ് ഇൻ ടച്ച്. ഓ, അതാണ് നീ വണ്ടിയിലെ സ്ലൈഡ്. അതുള്ള കാര്യടാ. എന്റെ വണ്ടിയിൽ എന്റെ ഭാഗ്യം കൊണ്ട് സന്ദീപ് ഇട്ടാണ്. ഞാനുണ്ടല്ലോ, ഞാൻ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ പിക്ക് ചെയ്യാൻ പോയില്ലോ. അപ്പൊ എന്റെ വണ്ടിയിൽ മറ്റേ ഗിയർ ബോക്സിന്റെ ബാക്കിൽ ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ് തുറന്നു പോയപ്പോ എനിക്ക് സ്ലൈഡ്, മുടി, ലിപ്സ്റ്റിക്ക്, അങ്ങനെ അതൊക്കെ കിടക്കാണ്. പിന്നെ അപ്പോൾ ഇതാരുടെയാന്ന് വെച്ചു. എനിക്കറിയില്ല, നിന്റെ അല്ലേ? എൻ്റെ അല്ല. നിന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെ അപ്പുറം? എനിക്ക് അറിയില്ല. മുത്തേ, ഞാൻ ഡ്രൈവ് ചെയ്ത് 5-6 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ചിപ്പി ഇങ്ങനെ ആലോചിക്കാൻ, ചിപ്പി എനിക്കറിയണം ചേട്ടാ ഇത് ആരുടെയെന്ന്. എന്റെ പൊന്നു അങ്ങനെയല്ല കൂട്ടി പറയല്ലേ. അപ്പൊ ചോദിച്ചു, നീ ഈ കാര്യം വിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, അത് എന്റെ അല്ല, പിന്നെ ഇത് ആരുടെ ചേട്ടായുടെ. അപ്പൊ ചേട്ടാ ആലോചന തുടങ്ങി. എനിക്ക് ഓർമ്മ ഉണ്ടല്ല, ഞാൻ ആലോചന എന്റെ വണ്ടിയിലാണ് ആരെങ്കിലും. അത് മാത്രല്ല, എന്റെ അല്ല എന്ന് പറയുമ്പോ ദീപയ്ക്കായാലും തോന്നില്ലേ? സ്വാഭാവികം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്റെ വണ്ടിയിൽ നീ കോലത്തിലല്ലേ. ഞാൻ ആലോചിക്കുന്നത് പറയുമ്പോ ലിപ്സ്റ്റിക്കും പിന്നും സ്ലൈഡൊക്കെ ഇതിനകത്ത് ഊരിയിട്ട് എന്ത് പരിപാടി ഉദ്ദേശിച്ചിട്ടുണ്ടാവാ. ഞാൻ ചിപ്പി ഈ സ്ലൈഡും പിന്നെ ഊരിയിട്ട് നീ എന്താ ഉദ്ദേശിച്ച കാറിനകത്ത്? ഞാൻ അതൊന്നും ഉദ്ദേശിക്കല്ലേ. എനിക്ക് ഞാൻ എൻ്റെ മമ്മീനെ വിളിച്ചു, ഇവളുടെ മുമ്പിൽ വെച്ച്, മമ്മി ലിപ്സ്റ്റിക്. മമ്മീനെ പിന്നെ ഞാൻ എൻ്റെ മമ്മീനോട് ഡയലോഗും നല്ല സ്ലൈഡും പിന്നെ കണി കൊണ്ടുവരുന്നു. അപ്പൊ വെച്ച് ഇത് പിന്നെ മറ്റേ ഒരു കേബിള് എക്സ്ട്രാ കിടപ്പുണ്ട്, ചാർജിങ് കേബിള്. അപ്പൊ ഞാൻ വെച്ച് സന്ദീപിന്റെ എനിക്ക് മനസ്സിലായി. അപ്പൊ സന്ദീപിനെ വിളിച്ചു. കാരണം സന്ദീപിന്റെ കൂടെ തെന്മലയും വയനാടൊക്കെ പോയില്ല. സന്ദീപ്, നിന്റെ എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ഇവിടെ വെച്ച് മറന്നുണ്ടോന്ന് ചോദിച്ചു. എടാ, എൻ്റെ ഒരു ചാർജിങ് കേബിളും ഒരു ലിപ്സ്റ്റിക്കും സ്ലൈഡും പിന്നെ അതൊക്കെ കിടപ്പിട്ട്. ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് അതെ ഞാൻ അവളുടെ ബാഗ് എടുത്തോണ്ട് വന്നു. അതിൽ ഉണ്ടായിരുന്നു. ഞാൻ ബാഗ് മറ്റേ വണ്ടിയിൽ എടുത്ത് വെച്ചിരുന്നു. ആ സമയത്ത് വന്നു, എടാ നീ സാധനം വരെയൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ കുടുംബജീവിതം തകരാറിലാവും. ഓക്കെ, എന്തായാലും അപ്പൊ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആക്കി വെച്ച് അല്ലേ? പനിയൊന്നും പറ്റിയില്ല. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ ജീവിതത്തിലല്ല. ഓക്കെ, എന്തായാലും അടിപൊളി. താങ്ക് യു. കീപ് വാച്ചിങ്, സപ്പോർട്ട്. ഇത് അടുത്ത പരിപാടി എന്താ പറയുമോ? ദീപമോളെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ചലഞ്ച്. കുറെ നാൾക്ക് ശേഷം ദീപേനും കൊണ്ടിരുത്തിയിട്ടുണ്ട് ഒരു പരിപാടിക്ക്. കുക്ക് കൂടി ഇല്ലാത്ത കാരണം ദീപയ്ക്ക് ഭയങ്കര ഏകാന്തത ഫീൽ. ദീപേനെ എൻഗേജ് ആക്കാൻ പോകുന്നു. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.